അല്ല, ഇതാര് പിള്ളയോ? ഈ വഴിയൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. പാലിന്റെ കാറ്റ് അമ്മ തന്നയച്ചതാ. ഈ കാച്ച് എന്റെ വകയല്ല, ഇതെന്റെ മോളുടെ വകയാ. അവളുടെതല്ലേ ആടും ആട്ടുംകുട്ടിയെല്ലാം. മോളെ കൗസു. കൗസല്യയുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ ഒരു വഴിയില്ലേ കുട്ടൻ നായരെ? ആരെല്ലാം കണ്ടു, എന്തെല്ലാം ചെയ്തു, എല്ലാം ദൈവവിധി. ഓരോരുത്തർക്കും ഓരോന്ന് അനുഭവിക്കണമെന്നുണ്ട്. അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞല്ലേ ഇവിടുന്ന് തിരിയാൻ പറ്റൂ. ഞാനാ കൗസല്യ പിള്ള, പാലിന്റെ കാശ് തരാൻ വന്നതാ. അകത്തേക്ക് വാ. വേണ്ട വേണ്ട, എന്റെ പഠിക്കകത്ത് കയറിപ്പോരുത്. നിന്റെയൊക്കെ കാലി ഞാൻ തന്നെ ഓടിക്കും. ആമിട്ടുകൾ. ഞാൻ വരട്ടെ കുട്ടൻ നായരെ? നിനക്ക് പ്രായം കുറെ ആയില്ലേടാ ചെറുക്ക. മാനം മര്യാദയായ ഒരു കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കേണ്ടതിന് പകരം നീ അലവലാദികളായ പിള്ളേരുടെ പുറകെ എന്തിനാണ് നടക്കുന്നത്? അവരെന്റെ പുറകെ നടക്കുന്നത്. നടക്ക് നടക്ക്. അവസാനം നാട്ടുകാരെല്ലാരും കൂടി എല്ലാത്തിനും തല്ലി കൊല്ലും. അത്രയ്ക്ക് നല്ലതാ കൈയിരിപ്പ്. ചെല്ല്. എടാ, കുട്ടൻ നായർക്ക് എന്താ നിന്നോട് ഇത്ര ദേഷ്യം? കഴിഞ്ഞ മാസം എന്റെ അച്ഛൻ നെല്ല് തളിക്കാൻ ഒരു മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. പക്രു പറഞ്ഞു അത് വിഷമാണ്. ഞാൻ പറഞ്ഞു അല്ലെന്ന്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു പന്തായം കെട്ടി. വിഷമാണോ എന്നറിയാൻ കുട്ടൻ നായരുടെ കാളയ്ക്ക് കലക്കി കൊടുത്തു. എന്നിട്ട് പന്തായത്തിൽ പക്രു തന്നെ ജയിച്ചു. അത് വിഷം തന്നെയായിരുന്നു. എങ്ങനെ അറിഞ്ഞു? കുട്ടൻ നായരുടെ കാള ചത്തുപോയി. ഏതായാലും കുട്ടൻ നായർക്ക് വിഷം കലക്കി കൊടുക്കാത്തത് അയാളുടെ ഭാഗ്യം. എന്താ